കൂട്ടുകാരി വന്നാട്ടെ, നമുക്ക് കൊഞ്ച് തീയലുണ്ടാക്കിയാലോ? കുറച്ച് കൊഞ്ച് കിട്ടി കേട്ടോ. 200 രൂപയ്ക്ക് എണ്ണിയെടുത്താൽ ഒരു 10-25 കാണും, അത്രയേ ഉള്ളൂ കേട്ടോ. എന്നാലും വിചാരിച്ചു നല്ല നാടൻ തീയൽ തയ്യാറാക്കിയാലോ എന്ന്. അതായത് വറുത്തരച്ച തീയൽ. കണ്ടില്ലേ, കൊഞ്ച് നല്ല രീതിയിൽ വൃത്തിയാക്കി നല്ല കുട്ടപ്പന്മാരായിട്ട് എടുത്തിട്ടുണ്ട്. ഇതെൻ്റെ കൂട്ടുകാരനാണ് റേഡിയോ കുട്ടൻ. ഇവ എൻ്റെ കൂടെ എപ്പോഴും കാണാം അടുക്കളയിൽ പാട്ടുമായി കേട്ടോ. നിങ്ങളിങ്ങനെയാണോ പാചകം ചെയ്യാറ്? വറ്റൽമുളക്, മല്ലി, ചെറിയ ഉള്ളി, ആവശ്യത്തിന് പുളി, ഇത്രയും ഇട്ട് നല്ല വെളിച്ചെണ്ണയിൽ മൂക്കെ വറുത്തെടുക്കണം. ഇത് വറുക്കുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് വറുത്തെടുത്താൽ രുചി കൂടും കേട്ടോ. ഇതൊരു ടിപ്പാണേ. നല്ല മൂക്കെ വറുത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ആറിയിട്ട് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചിട്ട് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ മഷി പോലെ അരച്ചെടുക്കണം. കണ്ടില്ലേ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. എല്ലാവരും കാണുക മാത്രമേ ചെയ്യുകയുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും കമൻറ്റും ചെയ്യണം. ഞാൻ അരപ്പ് കലക്കി ആവശ്യത്തിന് വെള്ളമിട്ട് ഉരുളക്കിഴങ്ങും പച്ചമുളക് അരിഞ്ഞതും സവാള, തക്കാളി, മുരിങ്ങയ്ക്ക, ഇത്രയും ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്ക് ഉരുളക്കിഴങ്ങ് ഇഷ്ടമായതുകൊണ്ട് ഉരുളക്കിഴങ്ങും ചേർത്തിട്ടുണ്ട്. നല്ല രുചിയാണ് കേട്ടോ. അതുപോലെ കറിവേപ്പില ഇനിയും ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയുടെ ടേസ്റ്റ് എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വെച്ച് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കി നല്ലതുപോലെ തിളപ്പിച്ച് എടുക്കണം. തിളച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ള പരിശോധിച്ചൊക്കെ കഴിഞ്ഞ് നല്ലതുപോലെ തിളപ്പിച്ച് നല്ല ചുവക്കയാകുമ്പോൾ ഇതുപോലെ ആകുമ്പോൾ വാങ്ങിയെടുക്കാം. വളരെ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പാട്ട് ഇപ്പോഴും റേഡിയോയിൽ മുഴങ്ങുന്നുണ്ട് കേട്ടോ. എൻ്റെ കൂട്ടുകാരൻ്റെ പാട്ട്. പാചകം ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടോ ഒന്നും അറിയാറില്ല. പാട്ടും കേട്ട് നല്ലതുപോലെ അടുപ്പിൽ തീയൊക്കെ നല്ല രീതിയിലൊക്കെ കത്തിച്ച് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം.